ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യം വിട്ടു. സഖ്യം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമായിരുന്നു എന്ന് ആം ആദ്മി പാർട്ടി പറയുന്നു. വരാനിരിക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കും. അനൂപ് ഉണ്ട് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം. അനൂപ്, ഗുഡ് മോർണിംഗ്. ഈ ഒരൊറ്റ വർഷത്തേക്കുള്ള ധാരണ മാത്രമായിരുന്നോ ഈ ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കാം എന്നത്? നേരത്തെ തന്നെ അതായിരുന്നു പറഞ്ഞിരുന്നത്, അതോ മറ്റെന്തെങ്കിലും അസ്വാരസ്യത്തെ തുടർന്ന് മുന്നണിയിൽ നിന്നും പിന്മാറുകയാണോ ഉണ്ടായത്? വിശദാംശങ്ങൾ എന്താണ് അനൂപ്? ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോൾ പ്രത്യേകമായ കുഴപ്പം കോൺഗ്രസുമായോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇന്ത്യ സഖ്യ പാർട്ടിയായോ ഇപ്പോൾ പുതുതായി വന്നിട്ടില്ല. നേരത്തെയുള്ള പ്രശ്നങ്ങൾ തന്നെയുള്ളൂ. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഡൽഹിയിൽ ഭരണം നഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ വീണ്ടും തിരിച്ചു വരിക എന്നത് വളരെ പ്രയാസപ്പെട്ട കാര്യമാണ്. പക്ഷേ ആ ഘട്ടം തന്നെ അപ്പുറത്ത് കോൺഗ്രസ് നിൽക്കുന്നുണ്ട്. ആം ആദ്മി പാർട്ടിയെ എങ്ങനെയെങ്കിലും തകർത്തിട്ട് ഡൽഹിയിൽ വീണ്ടും അധികാരത്തിലേക്ക് എത്താമെന്നതായിരുന്നു കോൺഗ്രസിൻ്റെ ഒരു പദ്ധതി. അത് ഏതാണ്ട് പാതി വഴിയിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് ഇന്ത്യ സഖ്യം വിട്ട് കോൺഗ്രസിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്നത്. കോൺഗ്രസും BJPയും തമ്മിലാണ് യഥാർത്ഥത്തിലുള്ള സഖ്യം. രാഹുൽ ഗാന്ധി മോദിക്ക് വേണ്ടിയാണ്, മോദിക്ക് രാഷ്ട്രീയ ഗുണം ഉണ്ടാക്കും വിധമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആം ആദ്മി പാർട്ടി പറയുന്നു. എന്തായാലും ഇനിയിപ്പോൾ ഉടനെ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത് ബീഹാറിലാണ്. അവിടെ ആം ആദ്മി പാർട്ടി വലിയ ശക്തിയല്ല, എങ്കിലും അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ആം ആദ്മി പാർട്ടി പറയുന്നുണ്ട്. ദേശീയ തലത്തിൽ ഇപ്പോൾ വലിയ ചലനം ഉണ്ടാക്കില്ല എങ്കിലും ഇനിയിപ്പോൾ ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഗോവയിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഒപ്പം തന്നെ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പുകളിലാണ് ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യം വിട്ടതുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന് ദോഷമുണ്ടാവാനുള്ള സാധ്യത നമ്മൾ കാണുന്നത്. ശരിയാണ്.